ഹായ് എവരി വൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തത് ഈ കമ്പനിയിൽ വെച്ചുകൊണ്ടുള്ള വീഡിയോ ആണ്. അതായത് ഇന്നലെ എക്സാം ഉണ്ട്, BTSൻ്റെ എക്സാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതിന് അതിന് ശേഷം പിന്നെ ഇതിനിങ്ങനെ കമൻറ്റ് വരണേ. അപ്പോൾ അധികം ഇങ്ങനെ ഒന്നും കമൻറ്റ് വരില്ലെങ്കിലും ഇന്നലെ നല്ല കമൻറ്റ് നിൽക്കണം. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ കുറച്ച് ആൾക്കാർ ചോദിച്ചതിന് ഞാനിവിടെ ഷെഡ്യൂളൊക്കെ ഇങ്ങനെ ഞാൻ അപ്ലോഡ് ചെയ്യലുണ്ട്. ഞാൻ കഴിഞ്ഞ വീക്കിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല, കാരണം പിന്നെ ആരും ചോദിച്ചൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഇന്നലെ വീണ്ടും കമൻറ്റിലൂടെ കണ്ട് ആ BTSൻ്റെ ഷെഡ്യൂൾ ഒന്നും കൂടി സെൻഡ് വന്ന്. അത് ഞാൻ കഴിഞ്ഞ വീക്കിൽ അപ്ലോഡ് ചെയ്തിട്ടില്ലേനി. അപ്പോൾ ഈ വീക്കിൽ വന്നിരിക്കണേ അടുത്ത ഞായറാഴ്ചക്കത്താണ്, അതായത് 25-ാം തീയതിക്കത്തെ ടൈം ടേബിളാണ് ഇത് വരുന്നത്. ഫിസിക്സിന് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ആൻഡ് റൊട്ടേഷൻ മോഷന്, പിന്നെ തെർമോഡൈനാമിക്സ്, പിന്നെ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷന്, ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്. അതിലെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ആൻഡ് റൊട്ടേഷൻ മോഷൻ്റെ ക്ലാസ് ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അതാണ് ഇവിടെ അതിൻ്റെ നോട്ടും കാര്യങ്ങളും ഇതൊക്കെ എന്താണ്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സൊക്കെ കണ്ടുകൊണ്ട് എല്ലാം റെഡി ആയി നിൽക്കുകയാണ്. ഇനി ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാണ്ട്. ഇതാണ് ഈ വീക്കിൽ വരുന്നത് 25-ാം തീയതി. ഈ 25-ാം തീയതിക്കത്തെ ടൈം ടേബിളാണ്. 25-ാം തീയതി തന്നെ സൈലത്തിലും ഉള്ളത്. അപ്പോൾ ഞാൻ മെയിനായി ഫോക്കസ് ചെയ്യുന്നത് ബ്രില്യൻ്റത്തെ എക്സാമാണ്. പിന്നെ സൈലത്തിൽ എഴുതണം, എക്സാം ഒഴിവാക്കണമൊന്നുമില്ല. സൈലത്തിൽ 16 ചാപ്റ്റർ ഉണ്ട്. ഈ ചാപ്റ്ററും ഒരു നിലക്കും ഫുള്ളും ഡിഫറൻ്റാണ്, സെയിം ആയതൊന്നുമില്ല. അപ്പോൾ അറിയണ ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് എഴുതേണ്ടി വരും. മെയിനായി ഫോക്കസ് ചെയ്യുന്നത് ഈ ബ്രില്യൻ്റിൻ്റെ എക്സാം തന്നെയാണ്. അപ്പോൾ രണ്ടും കൂടി ഫോളോ ചെയ്തുകൊണ്ട് രണ്ടും ഇല്ലാത്ത കോലത്തിൽ അവർ വെച്ചുകൊണ്ടാണ് അറിയുന്നത്. എന്തായാലും പോയി എഴുതും. പിന്നെ മെയിനായി ഫോക്കസ് ചെയ്യണത് ബ്രില്യൻ്റിൻ്റെ എക്സാം. അപ്പോൾ ഇതാണ് ഷെഡ്യൂൾ ചോദിച്ചവർക്കുള്ള വീഡിയോ. പിന്നെ ഞാൻ കമൻറ്റ് കാണിച്ചു തരാം കേട്ടോ. അതാണ് ലാസ്റ്റ് വീഡിയോൻ്റെ അടി വന്ന കമൻറ്റ്സ്. ഇതൊക്കെ ഇതിൽ ഇന്നലെ അങ്ങ് വന്നതാണ്. ഇതൊക്കെ കുറേ പേര് ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വരുന്ന കമൻറ്റ്സാണിത്. അപ്പോൾ അതിൽ കുറേ പേര് ചോദിച്ചാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്യുമെന്ന്. അപ്പോൾ ഞാൻ ഇതേമാതിരി ലാസ്റ്റ് ഇയറിൽ ഒരു ധീരക്കാർ എല്ലാവരും കൂടി ചേർന്നാണ്ട് ചെറിയ ടെലിഗ്രാമിൻ്റെ ഗ്രൂപ്പുണ്ട്. അതേമാതിരി പിന്നെ നോക്കിയപ്പോൾ എന്തോ കോപ്പിറൈറ്റ് അങ്ങനെ എന്തോ വന്ന് പോയതാണ്. അപ്പോൾ കുറേ PDF ഒക്കെ ഔട്ടിൽ നിന്ന് ഇങ്ങനെ അതിൽ പോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ചാനൽ പൂട്ടിപ്പോയി. അപ്പോൾ അതേമാതിരി എൻ്റെ വെച്ചുകൊണ്ട് ഞാനിപ്പോൾ നേരത്തെ ഒരു PDF ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു ടെലിഗ്രാം ഗ്രൂപ്പിൽ. പിന്നെ അത് നമുക്ക് വരുമ്പോൾ ഒന്നുകൂടി ഞാൻ നോക്കട്ടെ. പിന്നെ വരുന്നത് BTSനെ പറ്റിക്കൊണ്ട് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. എനിക്ക് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ തോന്നിയിട്ടുണ്ട് ഇതിങ്ങനെ മെസ്സേജ് വരും. അതാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ ചേർന്ന കോഴ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ആയതുകൊണ്ട് ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കണേ. അതിപ്പോൾ സൈലത്തിൻ്റെ ആയാലും ബ്രില്യൻ്റ് ആയാലും രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കണേ. അത് വേണ്ടവർക്ക് എന്താ പറയുക ചെയ്യേണ്ടി, അത് ചാനലിൻ്റെ നെയിമില്ല, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഹോം പേജിലെത്തും. അവിടുന്ന് പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞ പോർഷനിലേക്ക് പോയാൽ അവിടെ ബ്രില്യൻ്റ് പാല എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതുപോലെ സൈലത്തിൻ്റെ പ്ലേലിസ്റ്റും ഉണ്ട്. അതിൽ ബ്രില്യൻ്റ് പാലയിൽ പോയാൽ ബ്രില്യൻ്റ് ഡീറ്റെയിൽസ് കിട്ടും. അതുപോലെ തന്നെ സൈലത്തിൻ്റെ പോയാൽ അതിൽ സൈലത്തിനെ കുറിച്ചുള്ളത് ഉണ്ടാവും. അവിടുന്ന് നിങ്ങൾക്ക് വീഡിയോ കിട്ടുന്നതാണ്. പിന്നെ വാട്സപ്പ് ചാനലിൻ്റെ അതുപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ എല്ലാവരും ഡൗട്ട് തീർന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.